നമസ്കാരം. ലഹരിക്കെതിരെയുള്ള ശക്തമായ ജനകീയ പ്രതിരോധം മുതൽ രാഷ്ട്രീയ വിവാദങ്ങളും നിർണായകമായ കോടതി നടപടികളും വരെ നീളുന്ന ഇന്നത്തെ പ്രധാന വാർത്താ വിശേഷങ്ങൾ നോക്കാം ഫാസ്റ്റ് റൗണ്ടപ്പിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ലഹരി മാഫിയക്കെതിരെ തൃക്കാക്കരയിൽ നോ എൻട്രി ക്യാമ്പയിൻ. ഒരു ലഹരി മുക്ത ഗ്രാമമായി മാറ്റുക എന്നത് ലക്ഷ്യം. KSRTC ഡ്രൈവറെ ആക്രമിച്ച കേസിൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകണം. സജി ചെറിയാന്റേത് പച്ചയായ വർഗീയത. ജനപ്രതിനിധികളുടെ പട്ടിക പുറത്തുവിട്ട് VS ജോയ്. ദീപകിന്റെ മരണം പ്രതി ഷിംജിത മുസ്തഫ സംസ്ഥാനം വിട്ടതായി സൂചന. മാലിന്യം തള്ളാൻ എത്തിയതെന്ന് കരുതി വണ്ടി തടഞ്ഞു. പിടികൂടിയത് 20 കിലോ ഹൈബ്രിഡ് കഞ്ചാവ്. വാർത്തകൾ വിശദമായി. ലഹരിയുടെ വഴിയിലേക്ക് ഇനി പ്രവേശനമില്ല. തൃക്കാക്കര നഗരസഭയെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൈബിയുടെ MPയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നോ എൻട്രി ക്യാമ്പയിന് ആവേശകരമായ തുടക്കം. ലഹരി മാഫിയക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നടൻ അജു വർഗീസ് നടത്തിയ വെളിപ്പെടുത്തലുകളും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. യുവതലമുറയെ ലഹരി വിപത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃക്കാക്കര നഗരസഭ സേഫ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ആശയം മുന്നോട്ട് വെച്ചത് എറണാകുളത്തിന്റെ പ്രിയങ്കരനായ MP ഹൈബി ഈഡനാണ്. അദ്ദേഹം കൊണ്ടുവന്ന ആശയം ജെയിൻ യൂണിവേഴ്സിറ്റിയും ഫോർത്ത് വേ ഫൗണ്ടേഷൻ വേണ്ട എന്ന സംഘടനയും ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് എറണാകുളം പാർലമെന്റ് അകത്ത് വരുന്ന മുഴുവൻ നിയോജകമണ്ഡലങ്ങളിലും ഇത്തരമൊരു ക്യാമ്പയിനുമായി 2024 മുതൽ ബഹുമാന്യനായ MP നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഒരു കോൺട്രിബ്യൂഷൻ, ഞങ്ങളുടെ സഹകരണം, തൃക്കാക്കര നഗരസഭാ പ്രദേശത്ത് വിവിധ കലാലയങ്ങൾ, കോളേജുകൾ, മറ്റു കുടുംബശ്രീ, ആശാവർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, മറ്റു വ്യാപാര സുഹൃത്തുക്കൾ എല്ലാവരും സംയുക്തമായി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പരിപാടിയാണ് ഇത് അവതരിപ്പിച്ചത്. നഗരസഭാ പ്രദേശത്ത് ഒത്തിരി കലാലയങ്ങളുണ്ട്, IT മേഖലയാണ്, വ്യാവസായിക വാണിജ്യ സമുച്ചയങ്ങളുണ്ട്. തൃക്കാക്കര നഗരസഭ എന്ന് പറഞ്ഞ ഒരു നഗരപ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ഗ്രാമപ്രദേശം മാറി നഗരപ്രദേശത്തിന്റെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞു, ബാംഗ്ലൂർ മോഡലായി കഴിഞ്ഞു. ഒരു രാത്രി എന്ന പകില്ല, എന്റെ ശരീരത്തിലേക്കില്ല, എന്റെ നാടിനോടില്ല, എന്റെ സുഹൃത്തുക്കളോട് വേണ്ട, എനിക്ക് അതിനോട് വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള ഒരു ആർജവം നമ്മൾ കാണിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ ഈ സംസ്ഥാനത്ത്, ഈ നഗരസഭയിൽ. അതിന്റെ ക്യാമ്പയിൻ തുടർന്ന് 5 വർഷക്കാലവും നഗരസഭ മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊരിക്കലും അങ്ങനെ ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിച്ച് കളയുന്ന ഒന്നല്ല. വരുന്ന 5 വർഷം കൊണ്ട് ഇത് പൂർണ്ണമായും നടപ്പിലാക്കുക, ഒപ്പം തന്നെ തൃക്കാക്കര നഗരസഭയിൽ നിന്ന് ലഹരി പൂർണ്ണമായി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടെ നടക്കുന്ന ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഹൈബിയുടെ MP ആണ്. ഒരു പ്രോജക്റ്റാണ് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം. ലഹരിക്കെതിരെയുള്ള ഈ ഒരു ക്യാമ്പയിൻ ഞങ്ങൾ ലീഡ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാ തദ്ദേശീയ സ്ഥാപനങ്ങളും സർക്കാരുമെല്ലാം മാറി മാറി വരുന്ന ആളുകൾ എല്ലാവരും ലഹരിക്കെതിരെ നിലപാട് സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോൾ എല്ലാവരും ലഹരിക്കെതിരെ ഗോളടിച്ചു. 1 കോടി ഗോളുകളാണ് കേരളത്തിൽ മുഴുവൻ അടിച്ചത്. പക്ഷേ ഗോൾ അടിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാം വീട്ടിലേക്ക് മടങ്ങി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു സസ്റ്റൈനബിൾ പ്രൊജക്റ്റായി എങ്ങനെ നിലനിർത്താം എന്ന ആശയമാണ് ഞാൻ കഴിഞ്ഞ കുറേ നാളായി ഒരുപാട് പ്രോഗ്രാംസുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ്റെ വേണ്ട പ്രൊജക്റ്റ് വളരെ ശാസ്ത്രീയമായി ശ്രീമതി ഡയാനയും ശ്രീ ജോസഫും അവരുടെ എൻറ്റയർ ടീം കൊച്ചിയിലും കേരളത്തിലെ വിവിധ ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നത്. കേരളത്തിലെ 6 ജില്ലകൾ, അതിൽ എറണാകുളം അടക്കം ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സ് ആയിട്ട്, റെഡ് ഡിസ്ട്രിക്ട്സ് ആയിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ലഹരിയുടെ ഉപയോഗം ഏറ്റവും കൂടി വരുന്നൊരു സാഹചര്യം. എനിക്ക് ഏറെ സന്തോഷം തോന്നിയ ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ റാഷി ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഏറ്റവും ആദ്യത്തെ പരിപാടി തൃക്കാക്കര നഗരസഭ ഏറ്റെടുത്ത് നടത്താമെന്ന് പറയുകയും നഗരസഭയുടെ മുഴുവൻ കൗൺസിലർമാരും ഐക്യകണ്ഠേന അതിന് പിന്തുണ അർപ്പിച്ചു എന്നുള്ള കാര്യമാണ്. അതിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയാൻ ആഗ്രഹിക്കുക. ഒപ്പം തന്നെ അധ്യക്ഷത വഹിച്ചത് റാഷിദ് ഉള്ളമ്പള്ളിയാണ്. വിശിഷ്ട അതിഥിയായി വേദിയിൽ ഉണ്ടായിരുന്നത് അജു വർഗീസ് ആണ്. കൂടാതെ അജു വർഗീസിന്റെ ഒരു പ്രശസ്തമായ പ്രസ്താവന കൂടി ഈ പദ്ധതിയിൽ എന്തായാലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കിളിപോയി എന്ന സിനിമയുടെ 2ാം ഭാഗത്തിൽ താൻ അഭിനയിക്കുന്നില്ല എന്ന പ്രസ്താവനയാണ് ഇപ്പോൾ അജു വർഗീസ് അറിയിച്ചിരിക്കുന്നത്. 13-ൽ A സർട്ടിഫൈഡ് ആയിട്ടുള്ള കിളിപോയി എന്ന് പറയുന്ന സ്റ്റോണർ ജോണർ എന്ന് പറഞ്ഞ സിനിമയിൽ ഭാഗമായ ആളാണ് ആസിഫ് അലി. ഞാൻ
പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് കടക്കുമ്പോൾ അത് വേണ്ട എന്നൊരു തീരുമാനം ഞങ്ങൾ എടുക്കാൻ കാരണം സിനിമയെ സിനിമയായിട്ട് കാണുന്ന ഒരു മെൻറ്റാലിറ്റി നല്ല കാര്യങ്ങൾക്ക് മാത്രം നിൽക്കുകയും സിനിമയിലുള്ളത് അതേപോലെ ജീവിതത്തിൽ പകർത്തണം എന്നുള്ള ഒരു ആഗ്രഹം മോശം കാര്യങ്ങൾക്ക് തോന്നി തുടങ്ങുന്ന ഒരു കാലം കൂടി വന്നു. ഒരു കാര്യം, സിനിമയിൽ മോശമായിട്ട് എന്തെങ്കിലും നടന്നാൽ അത് പെട്ടെന്ന് ജീവിതത്തിൽ ചെയ്യാൻ ഒരു ത്രില്ല. എന്നാൽ നല്ല കാര്യങ്ങളും നല്ല ആശയങ്ങളും സിനിമയിൽ വന്നാൽ അതൊരിക്കലും ജീവിതത്തിൽ പകർത്തത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിലൊരു ഉത്തരവാദിത്വം ഫീൽ ചെയ്ത് തുടങ്ങി. എന്തായാലും ലഹരിക്കെതിരെ പോരാടുന്ന വ്യക്തി എന്ന നിലയിൽ ഇനി ആ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ താൻ അഭിനയിക്കുന്നില്ല എന്ന കാര്യവും ഇന്നലെ എന്തായാലും അജു വർഗീസ് നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ലഹരിക്കെതിരെ ഒരു വലിയ മതിൽ കെട്ടി ലഹരിയെ പൂർണ്ണമായും തടഞ്ഞു വെക്കുവാൻ തന്നെയാണ് തൃക്കാക്കര നഗരസഭ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ക്യാമറാമാൻ അഭിഷേക് സുരേഷിനൊപ്പം സൂര്യജ, ഗ്ലോബോ ന്യൂസ്, കൊച്ചി. മുൻ KSRTC ഡ്രൈവർ യദുവിനെ ആക്രമിച്ച കേസിൽ തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് ബാലുശ്ശേരി MLA-യുമായ K. സച്ചിൻ ദേവ് എന്നിവർ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകണം. മൂവരെയും ഒഴിവാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിൽ യദു നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇവർക്ക് നോട്ടീസ് അയച്ചിരുന്നത്. തിരുവനന്തപുരം നഗരത്തെ പിടിച്ചുലച്ച KSRTC ഡ്രൈവർ ഒപ്പം മേയർ തർക്കത്തിൽ നിർണായക വഴിത്തിരിവ്. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് K. സച്ചിൻ ദേവ് MLA എന്നിവരുൾപ്പെടെയുള്ളവർ ഇന്ന് കോടതിയിൽ നേരിട്ടോ അഭിഭാഷകർ മുഖേനയോ വിശദീകരണം നൽകും. ഡ്രൈവർ യദുവിനെ നടുറോട്ടിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന കേസിൽ ആര്യയെയും സച്ചിൻ ദേവിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് പോലീസ് നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നും ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് യദു നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചത്. ബസിലെ CCTV മെമ്മറി കാർഡ് അട്ടിമറിച്ചതിലും അന്വേഷണം അപര്യാപ്തമാണെന്ന യദുവിന്റെ വാദം കോടതി ഗൗരവത്തോടെയാണ് കാണുന്നത്. പോലീസിനെതിരെ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായെന്ന ആക്ഷേപം ശക്തമായിരിക്കെ ഇന്നത്തെ കോടതി നടപടികൾ കേസിൽ അതീവ നിർണായകമായിരിക്കും. ഇൻസ്റ്റഗ്രാം റീലിലൂടെയുള്ള ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിത മുസ്തഫ സംസ്ഥാനം വിട്ടതായി സൂചന. ഇവർ മംഗളൂരുവിലേക്ക് കടന്നുവെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. ഇതേ തുടർന്ന് അന്വേഷണം അയൽ സംസ്ഥാനത്തേക്കും വ്യാപിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള വ്യാജ ആരോപണത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിത മുസ്തഫ ഒളിവിൽ. ഇവർ കേരളം വിട്ട് മംഗലാപുരത്തേക്ക് കടന്നതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെയാണ് ഷിംജിത ഒളിവിൽ പോയത്. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുവാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കി. ബസ് യാത്രക്കിടെ ദീപക് എന്ന യുവാവ് അപമര്യാദയായി പെരുമാറിയെന്ന് കാണിച്ച് ഷിംജിത വീഡിയോ പ്രചരിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞതോടെയാണ് ദീപകിന്റെ മരണത്തിൽ ഷിംജിതയ്ക്കെതിരെ കേസെടുത്തത്. നിലവിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതിയുടെ ഒളിത്താവളം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. മലപ്പുറത്തെ ജനപ്രതിനിധികളുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം മനസ്സിലാക്കാമെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മലപ്പുറം DCCC പ്രസിഡന്റ് VS ജോയ് രംഗത്തെത്തി. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഇരുന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു മന്ത്രിക്ക് ഇതുപോലെ ജാതിയുടെയും മതത്തിന്റെയും കണക്ക് പറഞ്ഞു മറുപടി പറയാൻ ലജ്ജയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മലപ്പുറം ജില്ലയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഇരുന്നുകൊണ്ട് ഒരു മന്ത്രി ഇത്തരത്തിൽ പച്ചയായ വർഗീയത വിളിച്ചു പറയുന്നത് ലജ്ജകരമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM അണികളും നേതാക്കളും BJPയിലേക്ക് പോകുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് അത് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്രയും വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു ജില്ലയിലെ മനുഷ്യരെ തന്നെ പേരിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്ന BJP പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ജനപ്രതിനിധികളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ചു കാണുന്ന മന്ത്രിയുടെ മനോഭാവം ജനാധിപത്യത്തിന് നിരക്കാത്തതാണെന്നും ഇതിന് മറുപടി നൽകാൻ പോലും താൻ ലജ്ജിക്കുന്നുവെന്നും ജോയ് പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം ജയിച്ചു വന്നവരല്ല മുസ്ലിം നാമധാരികളായ ജനപ്രതിനിധികളെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എറണാകുളം, തൃശൂർ തുടങ്ങിയ ജില്ലകളിലും ഇത്തരം ജനവിധി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മലപ്പുറത്തെ മാത്രം ലക്ഷ്യം വെച്ച് മന്ത്രി ഇത്തരമൊരു പരാമർശം നടത്തിയത് ബോധപൂർവമായ വർഗീയത ധ്രുവീകരണത്തിന് വേണ്ടിയാണെന്നും DCC പ്രസിഡന്റ് ആരോപിച്ചു. മലപ്പുറത്തെ ജനങ്ങളെയും അവിടുത്തെ മതസൗഹാർദ്ദത്തെയും അപമാനിച്ച മന്ത്രി സജി ചെറിയാൻ തന്റെ
പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നേതൃത്വങ്ങൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുൻപോട്ട് പോകാനാണ് UDFന്റെ തീരുമാനം. തിരുവനന്തപുരം പേയാട് മാലിന്യം തള്ളാൻ എത്തിയതെന്ന് കരുതി നാട്ടുകാർ തടഞ്ഞ വാഹനത്തിൽ നിന്ന് 20 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ഇന്നലെ അർദ്ധരാത്രിയാണ് സ്കോർപിയോ വാഹനത്തിൽ 2 പേർ പേയാട് പരിസരത്തെത്തിയത്. പ്രദേശത്ത് നിരന്തരം മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ രൂപീകരിച്ച ജാഗ്രതാ സമിതിയാണ് വാഹനം തടഞ്ഞത്. പേയാട് പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ എത്തിയ സ്കോർപിയോ കാറാണ് നാട്ടുകാർ തടഞ്ഞത്. കാറിൽ ഉണ്ടായിരുന്നവർ മാലിന്യം തള്ളാൻ എത്തിയതാണെന്ന നിഗമനത്തിലായിരുന്നു ജാഗ്രതാ സമിതി അംഗങ്ങൾ. എന്നാൽ നാട്ടുകാരെ കണ്ടതോടെ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളായ റോഷൻ, വിഷ്ണുലാൽ എന്നിവരെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. തുടർന്ന് വാഹനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസിനെയും നാട്ടുകാരെയും ഞെട്ടിച്ചുകൊണ്ട് പൊതികളിലാക്കി സൂക്ഷിച്ച 20 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത്. വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരി മരുന്നാണ് പിടിച്ചെടുത്തത്. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട പ്രധാന സംഭവ വികാസങ്ങളാണ് നാം ഇതുവരെ കണ്ടത്. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകളുമായും വിശകലനങ്ങളുമായും നമുക്ക് വീണ്ടും സെക്കൻഡ് റൗണ്ടപ്പിൽ കാണാം.